തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എംഎൽഎയുമായ സച്ചിൻ ദേവും തൊഴിലാളികളുടെ പണി കളഞ്ഞ സംഭവം ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. വഴുതക്കാട് പാസ്പോർട്ട് ഓഫീസിന് സമീപം നോ പാർക്കിംഗ് മേഖലയിൽ പാർക്കിംഗ് നിഷേധിച്ച ജീവനക്കാരൻ ചന്ദ്രബാബുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. മേയറും എംഎൽഎയും ഭീഷണി മുഴക്കിയെന്നും ചന്ദ്രബാബു പറയുന്നു. MK വിനോദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, എന്താണ് ഈ വാർത്ത സംബന്ധിച്ച വിശദാംശങ്ങൾ? രോഹിണി, നമുക്കറിയാം ഇന്ന് ലോക തൊഴിലാളി ദിനമാണ്. അപ്പോഴാണ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവായ സച്ചിൻ ദേവും ഒക്കെ കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട ഒരു KSRTC ഡ്രൈവറുടെ പണി കളയുന്നത്. യദു എന്ന് പറയുന്ന ഒരു ഡ്രൈവർ, അദ്ദേഹം വാഹനം ഓടിച്ചതിന് മുമ്പിൽ ഈ പറഞ്ഞ പാളയത്ത് വാഹനം കുറുകയിട്ട് അവിടെ ഭീഷണി മുഴക്കുന്നു. അങ്ങനെ ഇന്നലെ കോർപ്പറേഷനിൽ ഐക്യകണ്ഠേന പ്രമേയമൊക്കെ പാസ്സാക്കി അദ്ദേഹത്തിൻ്റെ പണി കളയുന്നു. ഇതിനു മുമ്പും മേയറും ഭർത്താവും സമാനമായ നിലയിൽ ഇത്തരത്തിൽ മറ്റൊരു ജീവനക്കാരൻ്റെയും പണി കളഞ്ഞു എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ജനൻ TV ഇപ്പോൾ പുറത്തുവിടുന്നത്. അതായത് നമുക്കറിയാം, തിരുവനന്തപുരം വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ എതിർവശത്താണ് പാസ്പോർട്ട് ഓഫീസ്. അവിടെ നോ പാർക്കിംഗ് ഏരിയയിൽ മേയർ തൻ്റെ ഔദ്യോഗിക വാഹനം കൊണ്ടിരുന്നു. ഭർത്താവുമായി പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകാൻ വരുന്നു. അവിടെ ജോലിയിലുണ്ടായിരുന്ന ഒരു സ്വകാര്യ സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുന്നു, മാഡം ഇവിടെ പാർക്ക് ചെയ്യാൻ ഇത് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നു. ഉടൻ തന്നെ മേയറും ഭർത്താവും ഒക്കെ റോഡിലിറങ്ങി സിനിമ സ്റ്റൈലിൽ പ്രോട്ടോകോൾ അറിയാമോ, ആരാണ് ഇയാളെ ഇവിടെ നിയമിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെ നിർബന്ധപൂർവം അദ്ദേഹം പാർക്കിംഗ് നടക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ കാറ് പാർക്ക് ചെയ്യുന്നു. അവർ മുകളിലേക്ക് പോകുന്നു. 10 മിനിറ്റിനകം പണി പോയി എന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യം ചോദിക്കാം. ചന്ദ്രബാബു നമുക്കിപ്പോൾ ഉണ്ട്. ഈ മേയറും ഭർത്താവും വന്ന സമയത്ത് എന്തെങ്കിലും അങ്ങ് മോശമായി സംസാരിക്കുകയോ, എന്താണ് അവിടെ ഉണ്ടായ സംഭവം എന്ന് പറയാമോ? ഇല്ല, നമുക്കങ്ങനെ ഒരു കസ്റ്റമറിനോട് അല്ലെങ്കിൽ വരുന്ന ഒരു ആളിനോട് മോശമായി സംസാരിക്കാൻ നമുക്ക് റൂൾസ് ഇല്ല. ഞങ്ങൾ വളരെ സൗമ്യമായിട്ടും ശാന്തമായിട്ടും സ്നേഹമായിട്ടാണ് സംസാരിക്കാറുള്ളത്. അപ്പോൾ അന്ന് ഇതേപോലെ വന്നിട്ട് ഇവർ കൊണ്ടുവന്ന് കാറ് കൊണ്ടുവന്ന് ഗേറ്റിൻ്റെ അകത്തും വെളിയിടായിട്ട് സെൻറ്ററിൽ കൊണ്ടിട്ടു. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നില്ല, ഇവർ പെട്ടെന്ന് വന്ന് കൊണ്ട് നിർത്തുമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ സെക്യൂരിറ്റി ഗാർഡാണ്, പല കാര്യങ്ങളും അവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓടിച്ചെന്ന് അപ്പോൾ ഗ്ലാസ് കാർത്തു. ഞാൻ സലാം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കാറൊന്നകത്ത് കയറ്റി ഇടണോ? ഞാൻ പറഞ്ഞാൽ അകത്ത് കയറ്റി ഇടാൻ പറ്റില്ല മാഡം. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ സാധാരണ വലിയ വണ്ടിയൊന്നും കയറ്റി ഇടാറില്ല. അപ്പോൾ അവിടെ കയറ്റി വാട്ടർ ടാങ്കാണ് അവിടെ, കയറ്റി ഇടാൻ നോക്കില്ല. അപ്പോൾ അവിടുന്ന് അങ്ങനെ ഇനി ആരെങ്കിലും കയറ്റി ഇടണമെന്നുണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് നമുക്ക് വിളിച്ച് പറയും, ഞങ്ങളത് മാറ്റിയിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കും എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം എന്ന് പറയുന്നാൽ എന്നോട് ചോദിക്കുക, സെക്യൂരിറ്റി ഗാർഡിനോട് ചോദിക്കുകയാണ്, പ്രോട്ടോകോൾ അറിയാമോ എന്ന് എന്നോട് ചോദിക്കുക. പ്രോട്ടോകോൾ ഞാൻ പറഞ്ഞു, ഞാനെന്തിനാ മാഡം പ്രോട്ടോകോൾ അറിയാം? ഞാൻ ഒരു സെക്യൂരിറ്റി ഗാർഡിന് പ്രോട്ടോകോൾ അറിഞ്ഞിട്ട് വല്ലതും സാധിക്കാനുണ്ടോ? എന്നോട് പറഞ്ഞ ജോലി മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് MLA പറഞ്ഞ് എന്നോട് പറഞ്ഞ് എന്നാൽ ആരാണെന്ന് വെച്ചാൽ വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിക്കാൻ ഫോണെടുത്ത് നമ്പർ ഡയൽ ചെയ്ത് ഇങ്ങനെ ജയിലിൽ വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഫ്രണ്ട് ചെയ്യുന്ന സെക്രട്ടറി ആണെന്ന് തോന്നുന്നു. പുള്ളി ചോദിച്ച് ഞങ്ങളുടെ അടുത്ത് മാറ്റിയെടുക്കാറുണ്ട്, കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അത് ബലാകാരമല്ലേ, അത് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. എനിക്ക് വിഷയമില്ല, പക്ഷേ ഞാനെടുത്ത് മാറ്റില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഓർഡർ കിട്ടിയാലേ മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ അയാൾ ഇറങ്ങി അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് അകത്ത് കയറി കാറ് കൊണ്ടിട്ടു. അപ്പോഴെന്നെ ഞാൻ ഇവിടെ വിളിച്ചു. അപ്പോൾ വിനോദ് എന്ന് പറയുന്ന പുള്ളിയാണ് കെയർടേക്കർ. പുള്ളിയെ ചോദിച്ചു പറഞ്ഞു, അയ്യോ ചേട്ടാ, അത് ഞാൻ ഇവർ വരുമെന്ന് പറഞ്ഞ് പറയാൻ മറന്നുപോയി. ആ ചേട്ടൻ കയറ്റി വിട്ടരെ അതിനുള്ള സെറ്റപ്പ് ചെയ്തോളൂ. ഞാൻ പുറകെ ചെന്ന് ആ കാറിനെ തിരിച്ചിടിച്ചു. പിന്നെ തിരിച്ച് നിങ്ങൾ നടക്കുമ്പോൾ MLAയും ഈ കെയർടേക്കറും കൂടെ ഇറങ്ങി വരുന്നു. എന്നോട് കൈ കാണിച്ച് നിൽക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്നപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താന്ന്? ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ചന്ദ്രബാബു, സ്ഥലം എവിടെ? എൻ്റെ വെള്ളനാടാണെന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, താങ്കളുടെ ഉദ്ദേശം എന്താണ് എന്നാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് എന്നോട്. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വേറെ പ്രത്യേക ഉദ്ദേശമൊന്നുമില്ല, എന്നെ പറഞ്ഞേൽപ്പിച്ച ജോലി ഞാൻ ചെയ്യുന്നു. അവിടെ സാധാരണ ആരും വണ്ടി ഇടാറില്ല. അപ്പോൾ അവിടെ മോളിൽ നിന്ന് ഓഫീസിൽ നിന്ന് ഓർഡർ തന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ഉടനെ കൂടെ നിന്ന കെയർടേക്കർ നമുക്കെതിരായി. അതിത് മേയറും MLA ആണ് എന്ന് അറിഞ്ഞിട്ട് അവർ വളരെ പെട്ടെന്ന് അവരെ അറിയാം, അവർക്കറിയാം. അങ്ങനെ പറഞ്ഞു, എന്നാൽ പിന്നെ ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം അവിടെ കയറ്റിയിടാം, ഈ വാഹനം എന്ത് കയറ്റി വിടാത്തത്? അതിനകത്ത് ബോർഡ് വെച്ചേക്കുന്ന കണ്ടില്ലേ എന്നോട് ചോദിച്ചു. മേയറെ ബോർഡ് വെച്ചേക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബോർഡ് വെച്ചേക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പം ആരായാലും വിനോദ് അവിടുന്ന് വിളിച്ച് പറയാതെ ഞങ്ങൾ ഇതുവരെയെങ്കിലും വണ്ടി കയറ്റിയിട്ടുണ്ടോ, ഏതെങ്കിലും വണ്ടി കയറ്റിയിട്ടുണ്ടോ വിനോദ് എന്ന് ചോദിച്ചു. അപ്പം ഈ കെയർടേക്കർ രക്ഷപ്പെടാൻ വേണ്ടി അവിടെ കിടന്ന് ഉരുണ്ട് കളിച്ചു. ഈ ജോലി നഷ്ടപ്പെടാൻ വേണ്ടി ആരാ ഇടപെട്ടത്? മേയറാണ്. മേയർ ഇവിടുന്ന് നേരെ അകത്ത് പോയി. മേയർ അകത്ത് പോയിട്ട് അവിടെ ചെന്ന് പാസ്പോർട്ട് ഓഫീസറോട് വെള്ളം ഉണ്ടാക്കി. ആ ഫ്രണ്ടിൽ മെയിൻ ഗേറ്റിൽ നിന്ന് സെക്യൂരിറ്റി ഞങ്ങളെ വണ്ടി തടഞ്ഞു.
ഞങ്ങളെ കയറ്റി വിട്ടില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. ആരാ അതിൻ്റെ ഓണർ ആരാണെന്ന് ചോദിച്ചു. ഓണർ അപ്പോൾ പറഞ്ഞ് ഇന്ന ആളാണെന്ന് പറഞ്ഞു. വിളിക്കാൻ പറഞ്ഞു. വിളിപ്പിച്ചു. മേയറല്ലേ, അപ്പോൾ അവർ പറഞ്ഞ കേൾക്കണമല്ലോ. അവർ പേടിച്ച് വിളിച്ച്. ഞാനൊരു 2-3 വർഷം കൊണ്ട് അവിടെ ജോലി ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല, ആരുമായിട്ടും ഒരു പ്രശ്നമില്ല, അങ്ങനെ പോകുന്നതാണ്. ഉടനെ തന്നെ അവിടെ നിന്ന് വിളിച്ച് ഫാദറാണ് എൻ്റെ ആൾ, ഫാദർ ജാക്കബ് എന്ന് പറയും, പുള്ളിയാണ് എൻ്റെ ആൾ. പുള്ളി വിളിച്ച് പറഞ്ഞു. പുള്ളി ഇതുകൊണ്ട് കേട്ട പാതി കാക്കാത്ത പാതിയായിട്ട് വിളിച്ച് പറഞ്ഞു അയാളങ്ങ് മാറ്റിയതേ. ക്യാമറ ഇരിപ്പുണ്ട്. നമ്മളെന്താ ചെയ്തതെന്ന് ക്യാമറയ്ക്കകത്ത് അറിയാം. എന്ത് ചെയ്തെന്ന് ക്യാമറ എൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഉറച്ച് സംസാരിക്കുകയോ ചെറുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഇദ്ദേഹം എന്നെ വിളിച്ച് അടുത്ത് എത്തിയിട്ട് എന്നോട് ചോദിച്ചു, വീണ്ടും ചോദിക്കുന്നു താങ്കളുടെ ഉദ്ദേശം എന്ത് എന്നോട്. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് പ്രത്യേക ഉദ്ദേശമുണ്ട്, എന്നെ ഏൽപ്പിച്ച ജോലിയല്ലേ ഞാൻ ചെയ്തുള്ളൂ, എനിക്ക് പിന്നെ വേറെ എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞു. ഒടുക്കം വീണ്ടും എന്നോട് ചോദിക്കുകയാണ് പ്രോട്ടോകോൾ വായിച്ചിട്ടുണ്ടോ എന്ന്. അന്ന് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പരാതിയോ ഈ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? അത് ഇറങ്ങിപ്പോകാൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ഒരു 10 തൊഴിലാളികൾ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ 11ാമത്തെ ആളാണ്. അവരുടെ ജോലിയെ ബാധിക്കും. അവരുടെ കൂടെ ജോലിയോ. അപ്പോൾ എൻ്റെ സാറ്, അതായത് ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് അദ്ദേഹം, അതായത് ഈ ഏജൻസിയിലെ ഒരു സാറെന്ന് പറഞ്ഞാൽ മധു സാറ്, കൈരളി ഏജൻസിയുടെ. അപ്പോൾ സാറ് പിന്നെ അവർ അപ്പോഴപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി. അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ സാറ് പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബാബു നിനക്ക് ജോലിയല്ലേ വേണ്ടി ഞാൻ തരാം, നിനക്ക് ഇന്ന് ഇവിടെ ഇല്ല, ഇവിടുന്ന് പോകാൻ പറഞ്ഞാൽ നിനക്ക് നാളെ വേറെ ജോലി ഞാൻ തരും അടുത്ത സൈറ്റിൽ. നീ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ ഈ 10 പേരുടെ ജോലിയും പോകും. ഇപ്പോൾ പോയാൽ നിന്റെ ജോലി മാത്രമേ പോകുള്ളൂ, നിനക്ക് ജോലി പോകില്ല, നിനക്ക് നാളെ ഞാൻ ജോലി തരാം. ഈ ചന്ദ്രബാബു ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായത് ഈ KSRTCയിൽപ്പെട്ട ഒരു ഡ്രൈവറുടെ ജോലി ഇതേപോലെ ഇടപെട്ട് നഷ്ടപ്പെട്ടു, ആ സാഹചര്യത്തിലാണോ ഇത് പറയണം? ആ സാഹചര്യത്തിൽ തന്നെ. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മറ്റൊരാൾക്ക് ഇത് ഉണ്ടാവാൻ പാടില്ല. അന്ന് ഞാൻ ഇത് പ്രതികരിച്ചിരുന്നെങ്കിൽ, അന്ന് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയതാണ്. അതായത് ഞാൻ മീഡിയ വിളിച്ച്, അത് ഞാൻ ഈ കെയർ ടേക്കറെ മുമ്പ് വെച്ചാണ് ഞാൻ പറഞ്ഞതാണ്, ഞാൻ മീഡിയ വിളിച്ചിട്ട് ഞാൻ ഇതിന് എനിക്ക് അവരുടെ ഓഫീസിലോ അവരുടെ വീട്ടിലോ എനിക്കൊരു ജോലി തരണം, അല്ലെങ്കിൽ ഈ പോയ ജോലി എനിക്ക് തിരിച്ച് വാങ്ങി തരണം. ഇതൊന്നും അവരറിയുന്നില്ല, പുറത്ത് നടക്കുന്ന സംഭവമാണ്. അതെന്താണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോകണുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വണ്ടിയിൽ അടി കയറി കിടക്കും. പോലീസോ പട്ടാളോ എന്തോ വരട്ടെ, അവരെന്നെ ചെയ്യാന്നുള്ളത് ചെയ്തോട്ടെ. എൻ്റെ ജോലി എനിക്ക് 2 കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് എനിക്ക് കടം കാവലൊക്കെ ഉണ്ട്. പിന്നെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, കാര്യം എൻ്റെ കിടക്കട പോയതാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട്. ആ ഇരട്ടവെളുക്ക് നമ്മൾ ജോലിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 10-12 രൂപയാണ് കിട്ടണം, 10-12,000 രൂപ. കൊതുവടി കൊള്ളണം, മഴ നനയണം, അവർ പറയുന്നതെല്ലാം അനുസരിക്കണം. ഈ മേയർ ഇടപെട്ട് MLA ഇടപെട്ട് ജോലി നഷ്ടപ്പെട്ടപ്പോൾ സങ്കടം തോന്നിയോ? എന്താ തോന്നി? സങ്കടം തോന്നി. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളാണ് ഞാനെന്നല്ല, എന്നെ പോലുള്ള സെക്യൂരിറ്റിക്കാർ എല്ലാവരും വിചാരിക്കണം 50,000 40,000 ശമ്പളം കിട്ടുമെന്നാണ് വിചാരിക്കണം. 10,000 രൂപ 7,000 രൂപയ്ക്ക് ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. അത്രയും കഷ്ടപ്പെട്ട്, അതായത് നിവൃത്തിയില്ലാതെ ജോലി ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ എന്തിനാണ് ഒരു നിത്യവരുമാനം എന്നുള്ള നിലയിൽ മാത്രമാണ്, അതായത് ലോണുണ്ട്, ചിട്ടികളുണ്ട്, ഇതൊക്കെ അടയ്ക്കണമെന്നുള്ള ഒരു നിത്യവരുമാനം വേണം. പിന്നീട് കണ്ടി മേയറോട് പറഞ്ഞോ എൻ്റെ ജോലി എന്തായാലും നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞോ? ഇല്ലല്ല, പിന്നെ എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഞാൻ താഴെ ഞാൻ പാർക്കിങ്ങിൽ ഇറങ്ങിപ്പോയി. അപ്പോൾ എന്നോട് പറഞ്ഞ് സാറ് വിളിച്ച് പറഞ്ഞ് ചന്ദ്രബാബു അവിടെ നിൽക്കുന്നുണ്ട്, അങ്ങ് പാർക്കിംഗ് ഇറങ്ങി, അവർ പോയിട്ട് കയറി വന്നാൽ മതി, ചന്ദ്രബാബുവിന് ജോലി ഞാൻ വേറെ തരാം എന്ന്. അപ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ, അത് സാറിനെ ബഹുമാനിക്കുന്ന അദ്ദേഹത്തിന് ചേട്ടനെ പോലെ ബഹുമാനിക്കലാണ്. ഏജൻസിയിലെ ഒരു ആളാണെങ്കിൽ ഞാൻ എൻ്റെ ചേട്ടനെ പോലെ കാണുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി എൻ്റെ പറഞ്ഞപ്പോൾ എനിക്കത് അനുസരിക്കേണ്ടി വന്നു. പിന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂടെയുള്ള സെക്യൂരിറ്റിക്കാരെ പണിയും അത് ഞാൻ നോക്കി. അതുകൊണ്ടാണ് ഞാൻ പിന്മാറിയത്. കൂടെയുള്ള ആളുകളുടെ പണി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അദ്ദേഹം സ്വന്തം അഭിമാനം നഷ്ടപ്പെട്ടിട്ടും അതിൽ മനം നൊന്ത് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം ഇപ്പോൾ വേറൊരു സ്വകാര്യ ഫ്ലാറ്റിൽ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. അദ്ദേഹം സെക്യൂരിറ്റി ജോലി തന്നെ ചെയ്ത് ജീവിക്കുകയാണ്. നമ്മുടെ മേയറും ബന്ധപ്പെട്ട MLAയും ഒക്കെയുള്ള ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ കുറേ ആളുകളുടെ ജോലി നഷ്ടപ്പെടുത്താൻ അവർക്ക് അധികാരമുണ്ട്. പക്ഷേ എത്ര പേർക്ക് അവർ ജോലി വാങ്ങിക്കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടക്കാർക്കൊക്കെ ജോലി വാങ്ങിക്കൊടുക്കുന്നുണ്ടാവും. ഇത്തരത്തിൽ പാവപ്പെട്ട ആളുകളെ, തുച്ഛമായ ശമ്പളം വാങ്ങി ജീവിക്കുന്ന ആളുകളുടെ പണം നഷ്ടപ്പെട്ടിട്ട് ലോക തൊഴിലാളി ദിനത്തിന് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ പോസ്റ്റുകൾ ഇട്ട് യാതൊരു അഭിമാനക്കുറവുമില്ലാതെ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രബാബുവിനെ പോലെയുള്ളവരുടെ ചോദ്യത്തിനു കൂടി ഇവർ ഉത്തരം പറയേണ്ടത്. രോഹിണി. ശരി വിനോദ്, മേയറുടെ ധാർഷ്ട്യത്തിന് മറ്റൊരു ഇര കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. വഴുതക്കാട് പാസ്പോർട്ട് ഓഫീസിന് സമീപം നോ പാർക്കിംഗ് ഏരിയയിൽ മേയറുടെ വാഹനമിട്ടത് തടഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ പണി അരമണിക്കൂറിനകം തന്നെ കളയിപ്പിച്ച മേയറുടെ കാര്യമാണ് ചന്ദ്രബാബു ജനം TV യോട് വ്യക്തമാക്കിയത്. MK വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.